എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും സമൃദ്ധമായി ലഭിക്കട്ടെ. ഈ അവസരത്തിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് പാപ്പായുടെ ദിവ്യബലി അർപ്പണവും വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ദിവ്യബലി അർപ്പണവും തമ്മിലുള്ള ഒരു ചെറിയ ബന്ധം അല്ല, ഒരു വലിയ ബന്ധം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2014 നവംബർ 22 സായം സന്ധ്യയിൽ ചെങ്കതിർ വീശുന്ന സൂര്യൻ ചാഞ്ഞിറങ്ങുകയാണ്. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഭിത്തിയിൽ വലിയ മനോഹരമായ ചാവറയച്ചൻ്റെ ഒരു ഛായാചിത്രം അവിടെ തൂങ്ങിക്കിടക്കുന്നു. അവിടേക്ക് നിന്ന അവസരത്തിൽ ചാവറയച്ചൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ അവസരത്തിൽ ഞാൻ തന്നെ എഴുതിയ ഒരു ഗാനം എൻ്റെ ഓർമ്മയിൽ വന്നു. ആ ഗാനം ഇപ്രകാരമാണ്: കൈനഗരി തല പൂജാത, കൈനഗരി തല പൂജാത, കൂനം മാബു സമാധിസ്ഥ, ധൂപം വീണ്ടും കയ്യേന്തി, കൗദാശിക വജസോധീനി. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ജനിച്ചത് കൈനഗരിയിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ജനിച്ചത് 1860 ഫെബ്രുവരി മാസം 11 അദ്ദേഹം മരിക്കുന്നത് 1871 കൈനഗരി എന്ന് പറഞ്ഞാൽ കായൽ തീരങ്ങളാൽ മുഴുവനും ചുറ്റി വളഞ്ഞിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ചാവറയച്ചൻ ജനിച്ചതും വളർന്നതും. 12ാമത്തെ വയസ്സിൽ ചാവറയച്ചൻ പള്ളിപ്പുറം സെമിനാരിയിലേക്ക് ചേർന്ന് വൈദികനാകാൻ ജീവിതം ആരംഭിച്ചതും. അവിടം മുതൽ ചാവറയച്ചൻ 1871 മരണം പ്രാപിക്കുന്നത് വരെയുള്ള ആ കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു പ്രസ് ഉണ്ടാക്കിയെന്ന് പറയാനല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറിച്ചു എന്ന് പറയാനല്ല, അദ്ദേഹം ഒരു സന്യാസ സഭ CMI സന്യാസ സഭയും സ്ത്രീകൾക്ക് വേണ്ടി CMC സഭയും തുടങ്ങിയെന്ന് പറയാനല്ല, അതിലെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം ചെയ്ത വലിയ കാര്യമെന്ന് പറയുന്നത് വിശുദ്ധ ബലിയർപ്പണമാണ്. അദ്ദേഹം ആദ്യമായിട്ട് കുർബാന ചൊല്ലിയത് ഡിസംബർ 8 മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ദിവസം 1829 സെൻറ് തോമസ് ചർച്ചിലാണ്. അപ്പോൾ കൈനഗരിയിൽ ജനിച്ച ആ പിതാവ് 1829 സെൻറ് തോമസ് ചർച്ച് പള്ളിപ്പുറത്ത് ദിവ്യബലി അർപ്പിച്ചു. ഇന്നത്തെ പോലെ സീറോ മലബാർ സഭയുടെ വലിയ അലങ്കാരം നിറഞ്ഞ കാപ്പയല്ല, കുർബാനയുടെ വസ്ത്രങ്ങളല്ല അദ്ദേഹം ധരിച്ചിരുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ലാറ്റിൻ സഭയുടെ കുർബാനയിലിടുന്ന ആ മനോഹരമായ ഉടുപ്പ് പോലെയുള്ളതായിരിക്കണം അദ്ദേഹം ഇട്ടത്. അന്ന് സുറിയാനിയിലാണ് ദിവ്യബലി അദ്ദേഹം ആരംഭിച്ചത്. അന്ന് അദ്ദേഹം സുറിയാനിയിലെ കുർബാനയെ ആരംഭിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാണ് ദിവ്യബലി ആരംഭിച്ചത്. സുറിയാനി ഭാഷയിൽ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലഘട്ടം വരെ അതുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയോ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും മാറ്റിക്കളഞ്ഞിട്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ ജന്മമെടുത്ത ഒരു പുതിയൊരു ഗാനത്തിൻ്റെ 4 ഈരടികൾ പാടിയാണ് ദിവ്യബലി ആരംഭിക്കുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ബലിയർപ്പണത്തിലേക്ക് വരികയാണ്. പരിശുദ്ധ പിതാവും കുർബാനയെ അർപ്പിക്കുന്നത് In the name of the Father, and of the Son, and of the Holy Spirit.
ആ തൃത്വൈക ദൈവത്തെ സമർപ്പിച്ചുള്ള ദിവ്യബലി അർപ്പണമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുതന്നെയാണ്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ 2014 നവംബർ 23 ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് അവിടെ സമ്മേളിച്ചിരുന്ന എത്രയോ കർദിനാളന്മാരുണ്ട്, എത്രയോ മെത്രാന്മാരുണ്ട്, ആയിരക്കണക്കിന് വൈദികര്, സന്യാസികൾ അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എളിമയോടെയും സ്നേഹത്തോടെയും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാവറയച്ചൻ്റെ ആ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്ന കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു എളിയ മനുഷ്യനാണ്, എളിയ അച്ഛനാണ്, CMI വൈദികനാണ്. കാർമൽ പ്രോവിൻസിൽ ചാവറയച്ചനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്ന കർമ്മത്തിൽ പോകുവാനായിട്ട് നറുക്കിടുമ്പോൾ ആ കുറി എനിക്കാണ് വീണത്. 2 പേർക്ക് പോകാമായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കും, ചാവറയച്ച, എന്തുകൊണ്ടാണ് അങ്ങയുടെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്ന കർമ്മത്തിൽ എന്നെ തിരഞ്ഞെടുത്തത്? എന്നെക്കാളും വളരെ കഴിവും പ്രാപ്തിയുമുള്ള വലിയ ആളുകളുണ്ടായിരുന്നു. ദൈവം എന്നെയാണ് തിരഞ്ഞെടുത്തത്. കാരണം ചാവറയച്ചൻ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. 1976 സെൻറ്റ് ജോർജ് പള്ളിയിൽ പല വൈദികർ വന്ന് അവരുടെ സഭകളെ കുറിച്ചൊക്കെ വിശുദ്ധീകരിക്കുന്ന കൂട്ടത്തിൽ വർഗീസ് പുതുശ്ശേരി അച്ഛൻ, വളരെ ചെറുപ്പമാണെന്ന്, അദ്ദേഹം ചെറുപ്പമാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ചാവറയച്ചൻ്റെ അതിമനോഹരമായ ഇതുപോലെയുള്ള ഒരു പടമെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചാവറയച്ചനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്കിഷ്ടമായില്ല. എനിക്കിഷ്ടമായത് ആ ഫോട്ടോയാണ്. ഫോട്ടോയിലുള്ള ചാവറയച്ചൻ്റെ ആ കഷണ്ടി തലയാണ്. എനിക്കും ചാവറയച്ചനെ പോലെ ഒരു കഷണ്ടി തലയുള്ളവനായിട്ട് ജീവിക്കണം, വൈദികനാകണമെന്ന് ആഗ്രഹിച്ചാണ് CMI സഭയിൽ ചേർന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഇങ്ങനെയും ഒരു ദൈവവിളി ഉണ്ടോ? ചാവറയച്ചൻ അങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. തന്നെ കഴിഞ്ഞ 10-33 വർഷമായിട്ട് CMI സഭയിൽ സേവനം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് അഹങ്കാരമായിട്ട് എടുക്കരുത്, പൊക്കി പറയുന്നതായിട്ട് നിങ്ങൾ എടുക്കരുത്. എളിമയോടെ ചാവറയച്ചൻ നൽകിയ വലിയ അനുഗ്രഹമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വൈദിക പഠനമെല്ലാം പൂർത്തിയാക്കി വൈദികനായതിനു ശേഷം ഞാൻ MDH പഠിക്കാനായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ ചെന്നു. അവിടെ എൻ്റെ MDH തീസിസ് എഴുതുന്ന അവസരത്തിൽ അവിടുത്തെ വൈദികൻ എന്നോട് ചോദിച്ചു, ഫാദർ, യു ആർ എ CMI priest, why not you write a thesis about സെൻറ്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ? വിശുദ്ധ കുര്യാക്കോസിനെ കുറിച്ച് എന്തുകൊണ്ട് ഒരു തീസിസ് എഴുതിക്കൂടാ? അങ്ങനെ ചാവറയച്ചനെ കുറിച്ച്, ആത്മാനുതാപത്തെക്കുറിച്ച് ചാവറയച്ചൻ്റെ പല ഗ്രന്ഥങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്, നാളാഗമങ്ങളുണ്ട്, അനസ്തേസ്യയുടെ രക്തസാക്ഷിത്വമുണ്ട്. ഈ പുസ്തകങ്ങളിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചിട്ടുള്ളത് ആത്മാനുതാപം. വലിയൊരു ഖണ്ഡകാവ്യമാണത്. മനോഹരമായ കവിതകളാണ്. ചാവറയച്ചൻ്റെ കവിത വിരിയുന്ന ആ മനോഹരമായ പുസ്തകം ഞാൻ പഠിക്കുകയും അതിനെക്കുറിച്ച് ബൈബിൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ചാവറയച്ചനെ കുറിച്ച് പഠിച്ച് തീസിസ് അവതരിപ്പിച്ചു, ദ സ്പിരിച്വൽ വിഷൻ ഓഫ് ആത്മാനുതാപം. ഒരുപക്ഷെ യൂട്യൂബിൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പം ചാവറയച്ചനോട്, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനോട് ഭക്തിയുള്ളവരെ ചാവറയച്ചൻ ഒരിക്കലും മാറ്റുകയില്ല. ചാവറയച്ചൻ്റെ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഞാൻ ഇന്നും 2014 നവംബർ 23 സാമാന്യം മഴ പെയ്തു. വളരെയധികം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കള് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്ന ആ കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ മോളോട്ട് കയറിപ്പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കുർബാനയുടെ വൈദികൻ്റെ വേഷമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ചോദിച്ചു, ഫാദർ, വൈ ആർ യു സ്റ്റാൻഡ് ഹിയർ? യു കം ഫോർവേഡ്. മുകളിലേക്ക് വരിക. പരിശുദ്ധ പിതാവ്, അത് കഴിഞ്ഞിട്ട് കർദിനാളന്മാർ, അത് കഴിഞ്ഞിട്ട് മെത്രാന്മാർ, അത് കഴിഞ്ഞിട്ട് വൈദികരിയിരിക്കുന്ന സ്ഥലത്ത് എന്നെ അവിടെ എത്തിച്ചു. ആ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ഞാൻ വിശ്വസിക്കുന്നു അത് ചാവറയച്ചനാണെന്ന്.
ചാവറയച്ചനോട് സ്നേഹവും ബഹുമാനവും ഭക്തിയും മാധ്യസ്ഥയും തേടുന്ന ഒരു പുരോഹിതൻ എന്ന നിലയിൽ ചാവറയച്ചൻ തന്നെ പരിശുദ്ധ പിതാവിൻ്റെ ബലിയർപ്പണത്തോട് ചേർന്ന് നിന്ന് ആ ഫംഗ്ഷനിൽ മുഴുവനും ഭക്തിപൂർവം പങ്കെടുക്കാൻ സാധിച്ചു. ഒരുപക്ഷേ ചാവറയച്ചനെ കുറിച്ച് അവിടെ ടെലികാസ്റ്റ് ചെയ്ത ആളുകളിൽ വൈദികരിലെ ഏറ്റവും കൂടുതൽ സമയം എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല എന്നെയാണ് കാണിച്ചത്. ഞാൻ എളിമയോടെയാണ് പറയുന്ന, അഹങ്കാരത്തോടെയല്ല, ചാവറയച്ചനുള്ള വിശ്വാസത്തോടെയാണ്, മാധ്യസ്ഥ ശക്തിയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ചാവറയച്ചൻ്റെ മാധ്യസ്ഥയിൽ ഞാൻ അപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യവും ഇന്ന് നടക്കാതിരുന്നിട്ടില്ല. 14 വർഷം CMI നിർമ്മൽ ഗ്രാം റിട്രീറ്റ് സെൻ്ററിൽ ഞാൻ അവിടെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനറൽ അച്ഛനായിരുന്ന തിയോഫോൾഡ് അച്ഛൻ തുടങ്ങിയ സ്ഥാപനമാണ്. ഒരു നല്ല നിലയിൽ അവിടെ ആ ധ്യാന കേന്ദ്രം വളർന്നു വന്നു. 50-60 ബസ്സുകൾ രാത്രി ആരാധനയ്ക്ക് 25-ാം തീയതി വരുന്ന ഒരു സ്ഥലമായി മാറി. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും തേടി പോവുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമാണത്. ഞാൻ നമ്മുടെ കുർബാനയിലേക്ക് വരികയാണ്. ചാവറയച്ചനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്ന കർമ്മത്തിൽ വളരെ ശക്തമായിട്ട് ലുത്തീനിയ പാടുകയാണ്. ആ അവസരത്തിൽ ചാവറയച്ചൻ്റെ ജീവിതത്തിന് വേണ്ടി വളരെയധികം ഒഴിഞ്ഞു വെച്ച ജെയിംസ് മടത്തിക്കണ്ടത്തിൽ അച്ഛൻ ചാവറയച്ചൻ്റെ തിരുശേഷിപ്പ് പിടിച്ചുകൊണ്ട് വളരെ ഭക്തി ബഹുമാനത്തോടെ ചാവറയച്ചൻ്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ രൂപത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ചാവറയച്ചൻ്റെ തിരുശേഷിപ്പ് അവിടെ സ്ഥാപിക്കുകയാണ്. പരിശുദ്ധ പിതാവ് അതിന് ശേഷം വന്നിട്ട് ചാവറയച്ചൻ്റെ ആ തിരുശേഷിപ്പിനെ ധൂപിക്കുകയാണ്. ധൂപിച്ച് കുർബാനയെല്ലാം തുടരുകയാണ്. ആ കുർബാനയിൽ ലാറ്റിൻ കുർബാനയാകട്ടെ, സിറിയൻ കുർബാനയാകട്ടെ, മലങ്കര കുർബാനയാകട്ടെ, എല്ലാ കുർബാനയിലും, അതായത് കത്തോലിക്ക സഭയിൽ 23 സുജൂറിസ് ചർച്ചകളുണ്ട്. അതിലെ ഏറ്റവും 24ാമത്താണ് ലാറ്റിൻ സഭ, ഏറ്റവും വലിയ സഭ. ഈ ലാറ്റിൻ കുർബാനയാണ് അന്നവിടെ പരിശുദ്ധ പിതാവ് ചൊല്ലിയത്. ഈ കേരളത്തിൽ നിന്ന് പോയ എല്ലാ വൈദികരും എല്ലാവരും ഏറ്റവും ഭക്തിയോടെ ബഹുമാനത്തോടെ ആ കുർബാനയല്ലേ ചെയ്തത്. എൻ്റെ ഗാനത്തിൽ പാടിയല്ലോ, കൈനകരീ തല പൂജാത കൂനമ്മാവു സമാധിസ്ഥ. ചാവറയച്ചൻ മരിച്ചത് കൂനമ്മാവില് 1871 ജനുവരി 3-ാം തീയതിയാണ്. ആ അവസരത്തിൽ ചാവറയച്ചൻ്റെ ആ മരണത്തിൽ പ്രസംഗം പറഞ്ഞ വൈദികൻ പറയുന്നുണ്ട്, സീറോ മലബാർ സഭയുടെ ഒരു കൊടി താണിരിക്കുന്നു എന്ന. ശീഷ്മ വന്നപ്പോൾ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ചാവറപ്പിതാവിൻ്റെ സേവനം നടന്നു. അതുകൊണ്ടാണ് ഇന്ന് കത്തോലിക്ക സഭ ഈ കേരളത്തിലുള്ളത് എന്ന് ഈ കേരളത്തിലുള്ള എല്ലാ വൈദികരും, എല്ലാ മെത്രാന്മാരും, എല്ലാ സിസ്റ്റേഴ്സും, എല്ലാ ആത്മാരും ഓർത്തിരിക്കണം. ഇന്ന് കത്തോലിക്ക സഭ, കേരളത്തിലെ കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ഒരു വിഷമങ്ങൾ നിറഞ്ഞ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പിരിഞ്ഞുപോയ ഒരു മക്കളും തിരിച്ചു വരില്ല എന്ന് നമ്മൾ ഓർക്കണം. ഒരു മനുഷ്യരും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയില്ല. യേശുവിൻ്റെ സ്നേഹവും രോഗശാന്തിയും ആത്മീയ അഭിഷേകവും ലഭിക്കാതാക്കുന്നത് നമ്മളാണ്, നമ്മുടെ ലീഡേഴ്സാണ് എന്ന് വേദനയോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അത് പേര് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ടാകും. പേര് പറയാമായിരുന്നു. എല്ലാ പ്രശ്നവും തീർത്തു കൊണ്ടുവന്ന ഒരു വലിയ വ്യക്തിയാണ് എൻ്റെ മാസ്റ്റർ അച്ഛൻ, എൻ്റെ ഗുരുവച്ചൻ, CMI സഭയുടെ ജനറൽ അച്ഛൻ, പ്രൊവിൻഷ്യൽ അച്ഛൻ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വചനം പറയുന്നതിന് പ്രധാനമായ ഒരു കാരണം, ഞാൻ എൻ്റെ കോളേജ് പഠനത്തിലെ ക്രൈസ്റ്റ് കോളേജ് പഠനത്തിൽ ആ ഗുരുവച്ചൻ ഈ ദിവസങ്ങളിൽ കരിയിലച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹം OPC എല്ലാം വന്നത് നന്ദിയോടെയും പ്രാർത്ഥനയോടെയും ഓർക്കുകയാണ്. അതിനു മുമ്പ് എൻ്റെ അനുജൻ ബെന്നി വർഗീസിനെ ബിഷപ്പായിട്ട് നിയോഗിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെന്നപ്പോൾ, 1 വർഷം മുമ്പാണ് ബെന്നി അച്ഛനെ ബിഷപ്പായി തിരഞ്ഞെടുത്തത്. തീരെ രോഗിയായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കരിയിലച്ഛനെയാണ് കണ്ടതെങ്കിൽ കരിയിലച്ഛൻ കരിന്തോളിലച്ഛൻ ജോർജ് കരിന്തോളിലച്ഛൻ മരിക്കുമ്പോൾ OPC എല്ലാം കയറി വന്നു.
OPCLA കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുക്കുകയാണ്. പ്രശ്നങ്ങൾ തീർത്ത ഒരു മനുഷ്യനാണ്. ഈ കത്തോലിക്ക സഭയിലെ പല സ്ഥാപനങ്ങളെ ഉയർത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം കോളേജിലേക്ക് പോകുമ്പോൾ, പ്രിൻസിപ്പാൾ ആയിരിക്കുമ്പോൾ, കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് എത്രയോ സമയമിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ് കരിയിലച്ചൻ, ആന്റണി കരിയിലച്ചൻ. ഈ വചനം കേൾക്കുമ്പോൾ ചാവറയച്ചനും കരിയിലച്ചനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ഓർത്തിരിക്കണം. പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണത്. പ്രശ്നങ്ങൾ ആവിർഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി ചാവറയച്ചൻ ഇന്ന് കത്തോലിക്ക സഭയില്, സീറോ മലബാർ സഭയില് കുർബാന സംബന്ധമായ പ്രശ്നങ്ങൾ തീർത്തു വന്നതാണ് പരിശുദ്ധ പിതാവിന്റെ കൈകൾ ചുംബിച്ച്. എന്നാൽ പിന്നീട് അധികാര കൊതിയെന്നോ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലേ വീണ്ടും ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ ചെയ്തത്. പ്രശ്നങ്ങൾ പരിഹരിച്ചു. ശീഷ്മ വന്ന അവസരത്തില്, റോക്കോ ശീഷ്മ വന്ന അവസരത്തില് ആ വ്യക്തിയെ സ്നേഹപൂർവം യാത്രയാക്കിയ മനുഷ്യനാണ്. ആൾക്ക് കുഴപ്പമില്ലാതെ യാത്രയാക്കിയ മനുഷ്യനാണ്. അത് തന്നെയാണ് ചാവറയച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈനകരി തല പൂജാത കൂനമ്മാവു സമാധിസ്ഥ. ധൂപം വീണ്ടും കയ്യേന്തി, ധൂപം വീണ്ടും കയ്യേന്തേണ്ട, അതായത് ധൂപാർപ്പണം ചെയ്യേണ്ട. ഉയരണം ഈ പ്രാർത്ഥന വെള്ള കതിരുകൾ പോലെ, വെള്ള പൂമൊട്ടുകൾ പോലെ എന്ന് ആബേലച്ചൻ എഴുതിയിട്ടില്ലേ? അതുപോലെ ഇന്നും വെള്ളക്കതിരിന്റെ പ്രാർത്ഥനകൾ ഉയർത്തിയ വലിയൊരു നിമിഷമായിരുന്നു 2014 നവംബർ 23 അവിടെ പറയുകയാണ്, കൈനകരി തല പൂജാത കൂനമ്മാവ് സമാധിസ്ഥ ധൂപം വീണ്ടും കയ്യേന്തി കൗദാശിക വജസോദീനി, കൗദാശിക വജസോദീനി. പരിശുദ്ധ പിതാവ് കുർബാന അർപ്പിക്കുന്ന അവസരത്തില് കാസയും വിലാസയും ഒരുക്കിയ ശേഷം അദ്ദേഹത്തിന്റെ നെറ്റിയില് ആ വലിയ കാസ എടുത്ത് മുട്ടിക്കും. ആ മുട്ടിക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്ത് മുഴുവനുമുള്ള ക്രൈസ്തവരെ മാത്രമല്ല സർവ്വജനങ്ങളെയും ആ കാസയിൽ അർപ്പിക്കുകയാണ്. അപ്പം എടുക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയാണ്. അത് ജനത്തിന്റെ മധ്യയാണ്. യേശു ശിഷ്യന്മാര് 12 പേരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തത്, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് അരുളി ചെയ്തു, പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ആണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അൽത്താരിയിൽ 2014 നവംബർ 23 സമർപ്പിച്ചതെങ്കിൽ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ ഡിസംബർ 8 18 29 1829 പള്ളിപ്പുറം പള്ളിയില്, സെന്റ് തോമസ് പള്ളിയില് ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്ന് പറഞ്ഞത് നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറയുന്ന ആ തോമാസ് ശ്ലീഹായുടെ ദേവാലയത്തിലാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ചങ്കുപൊട്ടി വിളിച്ച ആ തോമാസ് ശ്ലീഹായുടെ ആ ദേവാലയത്തിലാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ ബലിയർപ്പിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ബലിയർപ്പിച്ചത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. ആയിരക്കണക്കിന് ആളുകളും ജനങ്ങളും മെത്രാന്മാരും കർദിനാളന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തിലാണ് കത്തോലിക്ക സഭയിലെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് അന്ന് സീറോ മലബാർ സഭയുടെ വികാരി ജനറൽ ആയിരിക്കുന്ന അവസരത്തിൽ സീറോ മലബാർ സഭയെ മുഴുവനുമായിട്ട് ചാവറപിതാവ് നയിച്ചില്ലേ? മാത്രമാണോ? അല്ല, അദ്ദേഹം 2 സന്യാസ സഭകൾക്ക് ജന്മം കൊടുത്തില്ലേ? CMC. അതുപോലെ ഇന്ന് കേരളത്തിൽ വളർന്നു വന്ന FCCയും അഡോറേഷനും അതുപോലെ SH സന്യാസ സഭയും എല്ലാം രൂപപ്പെട്ടത് ഈ ചാവറയച്ചന്റെ ചൈതന്യത്തിൽ നിന്നാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ രോഗം സൗഖ്യം നൽകിയത് ചാവറയച്ചന്റെ പ്രത്യക്ഷത്തിലൂടെയാണ്. എൻ്റെ ഒരു ഗാനം തുടങ്ങുന്നുണ്ട്, മനോഹരമാണ് ആ ഗാനം. മുഖശോഭ തൂകി നിൽക്കും ചാവറയച്ചൻ
ഈ പാട്ടുകളെല്ലാം പാടിയിരിക്കുന്നത് ബിജു നാരായണനും വലിയ പാട്ടുകാരാണ്. അത്രമാത്രം ജീവനുള്ള ഗാനങ്ങളാണ്. ചാവറയച്ചൻ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യമായി എഴുതിയ ചാവറയച്ചൻ്റെ ഗാനങ്ങൾ അണയാത്ത ദീപം. ഒരു കാലഘട്ടത്തിൽ അത് ജ്വലിച്ചു നിന്നതാണ്. ഇന്ന് പലപ്പോഴും കേരളത്തിലെ പല പള്ളികളിലും ചാവറയച്ചൻ്റെ നൊവേനകളും ചാവറയച്ചൻ്റെ തിരുനാളിലുമെല്ലാം ഈ ഗാനങ്ങൾ പാടുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായും ചാവറയച്ചനും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ അവസാനമായി പറയുവാനുള്ളത്, ചാവറയച്ചൻ അവസാനമായി കുർബാന ചെല്ലുമ്പോൾ ആശീർവദിക്കുന്നത് സുറിയാനി ഭാഷയിലാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ ലാറ്റിൻ കുർബാനയിൽ പരിശുദ്ധ പിതാവ് അവസാനം ദീർഘമായി പ്രാർത്ഥന നടത്തിയിട്ട് പറയും, മേ ദ ഗോഡ് ബ്ലസ് യു ഇൻ ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്നേഹമുള്ളവരെ, 2024 നവംബർ 23 ചാവറയച്ചനെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചിട്ട് 10 വർഷങ്ങൾ തികയുകയാണ്. കേരളത്തിലെ മിക്കവാറുമുള്ള എല്ലാ CMI പള്ളികളിലും അതുപോലെ ഇടവകകളിലും അതുണ്ടാകും. അരുണാചൽ പ്രദേശിലെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു പള്ളിയുണ്ട്. അത് വിശുദ്ധ കുര്യാക്കോസ് ചാവറയച്ചൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. കൈനഗിരിയിൽ തുടങ്ങിയ ആ ജീവിതം ഇന്ന് ചെന്ന് നിൽക്കുന്നത് ചൈനയുടെ അതിർത്തിയായ തൂത്തുങ് മിറ്റിങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നത് കർത്താവിനോടുള്ള സ്നേഹവും പ്രാർത്ഥനയും, ഈ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള തൃഷ്ണയുമാണ്. ജ്വലിച്ചു നിൽക്കുന്ന, കത്തി നിൽക്കുന്ന ചാവറയച്ചൻ്റെ ആ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത നമ്മിൽ കത്തിപ്പടരട്ടെ. ചാവറയച്ചൻ പറഞ്ഞില്ലേ, എനിക്ക് കാണാകേണം. അദ്ദേഹത്തിൻ്റെ ആത്മാനുതാപത്തിൽ എഴുതുക, കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകേണം. ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും ചാവറയച്ചൻ്റെ ഈ പ്രസംഗം ദൈർഘ്യമുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ CMI. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചാവറയച്ചൻ്റെ ചേവടികളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.